ഹായ് ഓൾ, കിത്ത് ആൻഡ് കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഒരു സൺഡേ വ്ളോഗാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓണം പ്രിപ്പറേഷൻസൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതേ കാറിൽ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞ ദിവസം നമുക്ക് ഇഷ്ടംപോലെ കല്യാണം ഉണ്ടായിരുന്ന ദിവസമാണല്ലോ. അങ്ങനെ എന്തായാലും നമ്മുടെ യാത്ര ചെന്ന് അവസാനിച്ചത് ഹരിപ്പാട് വെറ്റ്ലാൻഡിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ ഡിസൈഡ് ചെയ്തു. അപ്പം ദേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുൾ ലൈറ്റ്സും ഡെക്കറേഷൻസും ഫുൾ ഓണം ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ അകത്തോട്ടൊക്കെ കയറിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചടപടയെന്നും പറഞ്ഞിട്ട് 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങളിതേ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു. ഒരുപാട് അജ്രക് പ്രിൻറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നൈറ്റീസാണ്, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വന്നത് ദേ ഇവിടെയാണ്, ഹോട്ടൽ ട്രാവൻകൂർ റിജൻസി മാവേലിക്കര. ഇത് ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഫുൾ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലായിരുന്നു കേട്ടോ. ഇത് കാർ പാർക്കിംഗ് ഏരിയയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല പാടവും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു തെങ്ങുകളും ദേ അത്തിമരവും ഒക്കെ നിൽപ്പുണ്ട്. ഇതാണ് കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു കൊള്ളാം, ആംബിയൻസ് ഒക്കെ കൊള്ളാലോ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുവാണേ. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക ഇങ്ങനെ. ഇതാണ് ഹോട്ടൽ. അങ്ങനെ ഞങ്ങളിത് കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ്. അപ്പം ബാർ ഹോട്ടലാണ്. ബാർ ഒരു സൈഡിൽ, റെസ്റ്റോറൻറ്റ് ഒരു സൈഡിൽ. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഈ വഴി കൂടെ അങ്ങ് കയറിപ്പോവും. കയറി ചെല്ലുമ്പോൾ എൻട്രൻസ് ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. അതായത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഒരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയത്. എന്തായാലും മെനു ഒക്കെ കണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചൂസ് ചെയ്തു. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ആയപ്പോൾ ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിരുന്ന് നമ്മുടെ ടേബിൾ ഇതായിരുന്നു. അങ്ങനെ എന്തായാലും സ്റ്റാർട്ടറൊക്കെ ഓർഡർ ചെയ്തെങ്കിലും ലാസ്റ്റ് വന്നത് അമ്മയുടെ വെജ് താലി മീൽ ആദ്യം വന്നത്. സ്റ്റാർട്ടറും പിന്നെ മെയിൻ കോഴ്സും എല്ലാം ഒരുമിച്ചാണ് വന്നത്. ഡ്രാഗൺ ചിക്കൻ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തത് ആദ്യം, എല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നത്. പിന്നെ ചിക്കൻ വറുത്തരച്ചത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ടർ ആദ്യം വേണമല്ലോ. അങ്ങനെ നമ്മൾ എന്തായാലും അത് കഴിച്ചു. കൊള്ളായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഡ്രാഗൺ ചിക്കൻ വറുത്തരച്ചത് ഓക്കെ, ആവറേജ്, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. പൊറോട്ട നല്ല ഹെവി ആയിരുന്നു, ഒരെണ്ണം തന്നെ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. റൈസൊക്കെ സൂപ്പറായിരുന്നു, 2 പേർക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം ഒരു ഉപ്പിട്ട സോഡ നാരങ്ങയും കുടിച്ചു. പിന്നെ ക്വാണ്ടിറ്റി അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ട് തന്നെ ബാക്കി പാഴ്സൽ എടുക്കേണ്ടി വന്നു. അങ്ങനെ എന്തായാലും ബില്ലൊക്കെ പേ ചെയ്തിട്ട് പുറത്തിറങ്ങി. ബില്ലിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് അത് വെർത്തിയാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളിതേ തിരിച്ചിറങ്ങി വീട്ടിലോട്ട് വന്നു. വൈകുന്നേരം കപ്പലണ്ടി വറുത്തു. എങ്ങനെ വറുത്തു? നല്ല മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക്കും കുരുമുളകും കായപ്പൊടി ഉപ്പൊക്കെ ചേർത്താണിത് വറുത്തത് കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. കറിവേപ്പിലേക്ക് ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം അച്ഛൻ ഇത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓണം മിക്സ് എന്നും പറഞ്ഞിട്ട് കടകളിലൊക്കെ ഇറങ്ങി നമുക്ക് ഒരുപാട് പലഹാരങ്ങൾ മിക്സ് ആയിട്ടുള്ളൊരു പാക്കറ്റ്. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ. ഓണം സ്പെഷ്യൽ ഇതൊക്കെ ചിലപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ ഓണമായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. വീടിൻ്റെ പുറത്തോട്ട് പറഞ്ഞാൽ ഇത് വേറൊരു സൈഡാണ്. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊരു കുളമുണ്ട്. ഈ കുളത്തിൽ കാട് പിടിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കസ്തൂരി മഞ്ഞളാണെന്ന് ഞാൻ വിചാരിച്ച് പുഴുത് നോക്കിയപ്പോഴത്തേക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അമ്മ പറയുന്നത് കൊള്ളില്ല, കസ്തൂരി മഞ്ഞളല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഒരു ഡൗട്ടുണ്ട്. ഇതിൻ്റെ മണം വന്നിട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ മണമാണ് കേട്ടോ. ഇതാ സംഭവം. ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഷോർട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പല അഭിപ്രായങ്ങളാണ് കമൻറ്റ് ഇട്ടത്. അപ്പോൾ എന്താ ഐറ്റവും നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനി ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ, ഇതെന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.